കൈവിട്ട നാക്കും എറിഞ്ഞ കല്ലും ഒക്കെ ഒരുപോലെയാണെന്ന് നാം പറയാറുണ്ട്. അങ്ങനെ നാക്കിന് എല്ലില്ലാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരാളാണ് എം മണി. എത്ര സംഭവങ്ങൾ ഉണ്ടായാലും പഠിക്കാതെ വീണ്ടും വീണ്ടും അതേ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരാൾ. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഹൈറേഞ്ചിൽ മണിമുഴക്കം ഉണ്ടായിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇക്കുറിയും CPM-നെ വെട്ടിലാക്കുന്നത് തന്നെയാണ് മുതിർന്ന നേതാവ് എം മണിയുടെ പരാമർശം. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിലാണ് മണിയുടെ വിവാദ പരാമർശം. സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ ഉത്തരവാദിത്തമില്ല. ആത്മഹത്യയുടെ പാപഭാരം CPM-ന്റെ തലയിൽ വെക്കേണ്ട എന്നുമാണ് മണി പറഞ്ഞത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് LDF-ന്റെ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യവെയാണ് മണി വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. എം മണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സാബുവിന് വല്ല മാനസിക പ്രശ്നവും ഉണ്ടായിരുന്നോ എന്നും ചികിത്സ ചെയ്തിരുന്നോ എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന്റെ പാപഭാരം CPM-ന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും ശ്രമിക്കേണ്ട. സാബുവിന് എന്തെങ്കിലും പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടോ എന്നും ഞങ്ങൾക്കറിയില്ല. സാമ്പത്തിക ഭദ്രതയുള്ള അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന കാര്യം പരിശോധിക്കണം. വഴിയെ പോയ വയ്യാവേലി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരുത്തനും ശ്രമിക്കേണ്ട. ഞങ്ങളെ അതൊന്നും ബാധിക്കുന്ന വിഷയമേ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാസം 20-നാണ് കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു ജീവൻ ഒടുക്കിയത്. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിലാണ് സാബു ആത്മഹത്യ ചെയ്തത്. CPM ഭരിക്കുന്ന ബാങ്കിൽ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനെത്തിയ സാബുവിന് തുക നൽകാൻ അധികൃതർ തയ്യാറായില്ല. ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാബുവിനെ മുൻ ബാങ്ക് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. മുൻ ബാങ്ക് പ്രസിഡന്റും CPM കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയും കൂടിയായ VR സജിയുമായുള്ള സംഭാഷണമാണ് പുറത്തു വന്നത്. സാബുവിന് നൽകാനുള്ളത് 12 ലക്ഷം മാത്രമാണ് എന്നായിരുന്നു സൊസൈറ്റി നൽകിയ വിശദീകരണം. സാബുവും ഭാര്യ മേരിക്കുട്ടിയും 2012 മുതൽ സംഘത്തിൽ ഇടപാടുകൾ നടത്തി വന്നവരാണ്. 2020 വരെയുള്ള കാലയളവിൽ പലതവണയായി 63 ലക്ഷം രൂപ നിക്ഷേപിച്ചു. 2020 ജൂണിൽ മുഴുവൻ തുകയും പിൻവലിച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ പലതവണയായി 90 ലക്ഷം രൂപ സംഘത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഇതിൽ നിന്ന് 2023 ഒക്ടോബറിൽ 35 ലക്ഷം രൂപ പിൻവലിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായി 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 1.5 ലക്ഷം എന്നീ തുകകളും പിൻവലിച്ചുവെന്നാണ് സൊസൈറ്റിയുടെ വിശദീകരണം. ബാക്കിയുള്ള 12 ലക്ഷത്തോളം രൂപ ഓരോ മാസവും തവണകളായി നൽകാമെന്ന് സംഘവുമായി ധാരണയുണ്ടായിരുന്നതായും ഭരണസമിതി പറയുന്നു. കഴിഞ്ഞ 12, 16 തീയതികളിലായി 1,20,000 രൂപയും നിക്ഷേപത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്ന് സൊസൈറ്റി ഭരണസമിതി കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഒടുവിൽ നിക്ഷേപിച്ചത് 35 ലക്ഷം രൂപയാണെന്നും ഇതിൽ 25 ലക്ഷം രൂപ ലഭിക്കാനുണ്ട് എന്നുമാണ് സാബുവിന്റെ ബന്ധുക്കൾ പറയുന്നത്. ബാങ്ക് ജീവനക്കാരിൽ നിന്നുണ്ടായ മോശം അനുഭവം സാബുവിനെ വല്ലാതെ തളർത്തിയതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു.